ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള വനം വകുപ്പ് തൃശ്ശൂരിലെ പുത്തൂരിൽ പണി പൂർത്തിയായി വരുന്ന അന്തർദേശീയ നിലവാരത്തിലുള്ള സുവോളജിക്കൽ പാർക്കിലേക്ക് വിവിധ തസ്തികകളിലേക്ക് കരാറടിസ്ഥാനത്തിലുള്ള നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. കുറഞ്ഞ യോഗ്യത വരുന്നത് 7ാം ക്ലാസ് ആണ്. അപേക്ഷ ഫീസൊന്നുമില്ല. നിങ്ങൾക്ക് ഇതിലേക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമുക്കൊരു നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം ആനിമൽ കീപ്പർ ട്രെയിനി തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് 7ാം ക്ലാസ് പാസ്സായിരിക്കണം, എന്നാൽ ഡിഗ്രി ഉണ്ടാകാൻ പാടില്ല. ശാരീരിക യോഗ്യത നോക്കുകയാണെങ്കിൽ പുരുഷന്മാർക്ക് കുറഞ്ഞത് 163 സെൻറ്റിമീറ്റർ ഉയരവും 81 സെൻറ്റിമീറ്റർ നെഞ്ചളവും, പൂർണ്ണമായി ശ്വാസം എടുക്കുമ്പോൾ 5 സെൻറ്റിമീറ്റർ വികസനവും ഉണ്ടാകണം. സ്ത്രീകൾക്ക് കുറഞ്ഞത് 150 സെൻറ്റിമീറ്റർ ഉയരം ഉണ്ടാകണം. ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഉയരത്തിൽ 5 സെൻറ്റിമീറ്ററും നെഞ്ചളവിൽ 2.5 സെൻറ്റിമീറ്ററും ഇളവുണ്ടായിരിക്കും, എന്നാൽ നെഞ്ചളവ് വികസനം 5 സെൻറ്റിമീറ്റർ തന്നെ ഉണ്ടായിരിക്കണം. മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ചെവി പൂർണ്ണമായും കേൾവി ശക്തി ഉണ്ടായിരിക്കണം. കണ്ണട ഉപയോഗിക്കാതെ ദൂരക്കാഴ്ച 6/6 സ്നെല്ലനും അടുത്ത കാഴ്ച 0.5 സ്നെല്ലനുമായിരിക്കണം. കളർ വിഷൻ സാധാരണമായിരിക്കണം. നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉണ്ടാകാൻ പാടില്ല. മസിലുകളും സന്ധികളും പാരാലിസിസ് ഉണ്ടാകരുത്. സന്ധികൾ സ്വതന്ത്രമായി ചലിക്കണം. നാഡീവ്യൂഹം നോർമലായിരിക്കണം. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ ആരോഗ്യ മാനദണ്ഡം സംബന്ധിച്ച് ഗവൺമെൻറ് സർവീസിൽ അസിസ്റ്റന്റ് സർജനിൽ കുറയാത്ത ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് ജോലിയിൽ ചേരുന്ന സമയത്ത് ഹാജരാക്കേണ്ടതാണ്. പ്രായപരിധി വരുന്നത് 2025 ജനുവരി 1-ന് 28 വയസ്സ് കഴിയാത്തവരായിരിക്കണം. പട്ടികജാതി, പട്ടികവർഗ, മറ്റു പിന്നാക്ക വിഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്ക് പ്രായത്തിൽ അംഗീകൃത ഇളവ് ലഭിക്കുന്നതാണ്. 6 ഒഴിവാണ് വന്നിട്ടുള്ളത്. വേതനവും നിയമന കാലാവധിയും നോക്കുകയാണെങ്കിൽ ട്രെയിനിമാരായി കരാർ അടിസ്ഥാനത്തിൽ 2 വർഷത്തേക്കാണ് നിയമനം. ആദ്യ വർഷം പ്രതിമാസം 12,000 രൂപയും 2ാം വർഷം പ്രതിമാസം 15,000 രൂപയും ലഭിക്കുന്നതാണ്. അടുത്തത് സെക്യൂരിറ്റി തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് SSLC അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷ പാസ്സായിരിക്കണം. കൂടാതെ ആർമി അല്ലെങ്കിൽ നേവി അല്ലെങ്കിൽ എയർഫോഴ്സ് എന്നീ സേനാ വിഭാഗങ്ങളിൽ 10 വർഷത്തിൽ കുറയാത്ത മിലിറ്ററി സേവനം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ കേരള വനം വകുപ്പിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ അല്ലെങ്കിൽ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ തസ്തികയിൽ ഏതിലെങ്കിലുമോ 2ലും കൂടിയോ 10 വർഷത്തിൽ കുറയാത്ത ജോലി പരിചയം ഉണ്ടായിരിക്കണം. പ്രായപരിധി വരുന്നത് സൈനിക സേവനം കഴിഞ്ഞ അപേക്ഷകർ 2025 ജനുവരി 1-ന് 55 വയസ്സ് കഴിയാത്തവരായിരിക്കണം. വനംവകുപ്പിലെ ജോലി പരിചയമുള്ളവർ 2025 ജനുവരി 1-ന് 60 വയസ്സ് കഴിയാത്തവരായിരിക്കണം. ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതല്ല. 5 ഒഴിവാണ് വന്നിട്ടുള്ളത്. കരാർ അടിസ്ഥാനത്തിൽ 1 വർഷത്തേക്കാണ് നിയമനം. പ്രതിമാസ കരാർ വേതനം 21,175 രൂപയാണ് ലഭിക്കുന്നത്. അടുത്തത് സാനിറ്റേഷൻ ജീവനക്കാർ തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് 7ാം ക്ലാസ് പാസ്സായിരിക്കണം, എന്നാൽ ഡിഗ്രി ഉണ്ടാകാൻ പാടില്ല. കൂടാതെ കേന്ദ്ര അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ വകുപ്പുകൾ, കേന്ദ്ര അല്ലെങ്കിൽ സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങൾ, കേന്ദ്ര അല്ലെങ്കിൽ സംസ്ഥാന സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ സാനിറ്ററി വർക്കർ, ഫുൾ ടൈം, പാർട്ട് ടൈം സ്വീപ്പർ തസ്തികകളിലെ ജോലി പരിചയം ഉണ്ടായിരിക്കണം. പ്രായപരിധി വരുന്നത് 2025 ജനുവരി 1-ന് 45 വയസ്സ് കഴിയാത്തവരായിരിക്കണം. ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതല്ല. 5 ഒഴിവാണ് വന്നിട്ടുള്ളത്. കരാർ അടിസ്ഥാനത്തിൽ 1 വർഷത്തേക്കാണ് നിയമനം. പ്രതിമാസ കരാർ വേതനം 18,390 രൂപയാണ് ലഭിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് വേക്കൻസി ഡീറ്റെയിൽസ് വരുന്നത്. ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളിൽ നിന്നും പ്രാഥമികമായി എല്ലാ യോഗ്യതകളും ഉള്ളവരുടെ ചുരുക്കപ്പട്ടിക തയ്യാറാക്കി അവരിൽ നിന്നും അഭിമുഖത്തിൻ്റെയും പ്രാക്ടിക്കൽ ടെസ്റ്റ് ആവശ്യമുള്ള തസ്തികകളിൽ അതിൻ്റെയും അടിസ്ഥാനത്തിൽ റാങ്ക് പട്ടിക തയ്യാറാക്കി പ്രസിദ്ധപ്പെടുത്തുന്നതാണ്. ഈ ലിസ്റ്റിൽ നിന്നുമാണ് നിയമനം നടത്തുന്നത്. മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകൾ ആവശ്യമായ തസ്തികകളിൽ മെയിൽ സർട്ടിഫിക്കറ്റുകൾ നിയമന സമയത്ത് മാത്രം ഹാജരാക്കിയാൽ മതി. ഇനി ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഓരോ തസ്തികയ്ക്കുമുള്ള അപേക്ഷാ ഫോറം കേരള വനം വകുപ്പിൻ്റെ www.forest.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അപേക്ഷാ ഫോമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്ത് അപേക്ഷ പൂരിപ്പിച്ച് ഫോട്ടോ, സ്വയം സാക്ഷ്യപ്പെടുത്തിയ അനുബന്ധ രേഖകൾ എന്നിവ സഹിതം കവറിലിട്ട് ഡയറക്ടർ, തൃശ്ശൂർ സുവോളജിക്കൽ പാർക്ക്, പുത്തൂർ PO, കുരിശുമൂലയ്ക്ക് സമീപം, തൃശ്ശൂർ 680014 കേരളം എന്ന വിലാസത്തിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷകൾ നേരിട്ടും തൃശ്ശൂർ സുവോളജിക്കൽ പാർക്ക് @gmail.com എന്ന ഇമെയിലും സ്വീകരിക്കുന്നതാണ്. സർട്ടിഫിക്കറ്റുകളുടെ അസൽ അഭിമുഖ സമയത്ത് ഹാജരാക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി വരുന്നത് 7/3/2025 വൈകുന്നേരം 5 മണി വരെയാണ് എല്ലാ തസ്തികയ്ക്കുമുള്ള അവസാന സമയം.
താമസിച്ച് ലഭിക്കുന്ന അപേക്ഷകൾ ഒരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 94 47 97 91 76 എന്ന ഫോൺ നമ്പറിൽ ഓഫീസ് പ്രവൃത്തി സമയത്ത് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും കൂടി ഉപകാരപ്പെടുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.